ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ആദ്യം ചോദിച്ചിട്ട് കുടുംബത്തിന് ക്ലാസ് തുടങ്ങിയ ഒരു സുഖമുണ്ട്. കല്യാണം കഴിഞ്ഞവരും മാത്രം ഒന്ന് വലതുകരം ഉയർത്തി കാണിക്കാവോ? കല്യാണം കഴിഞ്ഞവരും മാത്രം. ചിലർക്ക് ഡൗട്ടുണ്ടെന്നാണ് തോന്നണേ. ഓക്കെ, ഇവിടെ വന്നതിൽ 99% ആളും കല്യാണം കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് എളുപ്പമായി ക്ലാസ് എടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ കൈപ്പൊക്കിയവരോട് മാത്രമായിട്ടുള്ള ചോദ്യമാണ്. ഒറ്റ പ്രാവശ്യം ചോദ്യം പറയും, റിപ്പീറ്റ് ചെയ്യില്ല. ശ്രദ്ധിച്ച് കേട്ടോളൂ. എന്നിട്ട് നിങ്ങൾ കൈ പൊക്കണമെങ്കിൽ മാത്രം കൈ പൊക്കിയെന്നില്ലെങ്കിൽ പൊക്കണ്ട. ഓക്കെ. ഈ ലോക ജീവിതത്തിനപ്പുറത്ത് വീണ്ടും ഒരു ജന്മം ദൈവം നിങ്ങൾക്ക് തരികയാണെങ്കിൽ ഇന്നുള്ള ജീവിത പങ്കാളി കെട്ടുവാൻ 100% ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം കൈ പൊക്കുക. താഴ്ത്ത് 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 താഴ്ത്ത്. എന്തു പറ്റി? നേരത്തെ പൊക്കിയതിൽ മാക്സിമം ഒരു 40% രണ്ടാമത് കൈ പൊക്കിയുള്ളൂ. ഹല്ലേലൂയ. അച്ഛൻ്റെ ചോദ്യം എന്താ? ഈ ലോക ജീവിതത്തിനപ്പുറത്ത് വീണ്ടും ഒരു ജന്മം ദൈവം നിങ്ങൾക്ക് തരികയാണെങ്കിൽ ഇന്നുള്ള അതേ ഭർത്താവിനെ ഭാര്യയെ വീണ്ടും കിട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൈ പൊക്കാനാണ് പറഞ്ഞ്. നിങ്ങൾ കൈ പൊക്കാത്തപ്പോൾ എനിക്ക് മനസ്സിലായി, അച്ഛാ എങ്ങനെയാണ് കൈ പൊക്കാൻ പറ്റുക? ഈ ഭാര്യയെ വീണ്ടും കിട്ടാനോ ഈ ഭർത്താവിനെ വീണ്ടും കിട്ടാനോ ഇപ്പം തന്നെ മടുത്തിരിക്കുക. ഇനി അടുത്ത ജീവിതത്തിലോ? അതുകൊണ്ട് അച്ഛൻ്റെ ഒരു നന്മ ചെയ്യാവോ? ഓണം വരാല്ലേ, അച്ഛൻ ഒരു എക്സ്ചേഞ്ച് ഓഫർ തരാമോ എന്ന്. പഴയത് കൊടുത്താൽ പുതിയത് കിട്ടുന്നൊരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് അല്ലേ, ഓണത്തിൻ്റെ ഓഫറുകളൊക്കെ നമുക്കുണ്ട്. ഹല്ലേലൂയ. ശരിക്ക് പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്ത ചോദ്യം. അപ്പോൾ എന്തുകൊണ്ട് കൈ പൊക്കാഞ്ഞ്? ചില ചേട്ടത്തിമാർ കൈ പൊക്കിയില്ല. കാരണം എൻ്റെ അച്ഛ എന്നും ഒടുക്കത്തെ കുടിയും കഴിഞ്ഞ് വീട്ടിൽ വന്നിരുന്ന് എൻ്റെ ഉടുക്കത്ത് ഇടിയിടിച്ച് എന്നെ തെറി പറഞ്ഞൊഴിക്കുന്ന ഭർത്താവിനെ വീണ്ടും വേണമെന്നോ? വേണ്ടച്ചോ. ഇവിടെ കൈ പൊങ്ങിയില്ല. ചേട്ടന്മാരെ കൈ പൊങ്ങിയില്ല. കാരണം എന്താ? എൻ്റെ അച്ഛ ഇവളോട് പൊറുക്കുന്നതിനേക്കാളും നല്ലത് അവൾ ഭക്തയായി വേറോണിക്കാതെ പോലെ തലയിൽ തുണിക്കിട്ട് ഇരിപ്പുണ്ട് ഇവിടെ. അവളോട് പൊറുക്കുന്നതിനേക്കാളും നല്ലത് സിംഹക്കുട്ടിൽ കയറി വാതിലടച്ച് ലോക്ക് ചെയ്ത് സിംഹക്കുട്ടി കിടന്നാൽ കുറച്ചുകൂടെ സന്തോഷമുണ്ട് അച്ഛൻ, അല്ലേ? നിങ്ങൾ ഈ പ്രശ്നം കാണുമ്പോൾ ഞാൻ ചിന്തിക്കുക, വൈദികനായത് മഹാഭാഗ്യമാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനത്തെ ഒരു പ്രശ്നം എനിക്കില്ല, അല്ലേ അമ്മേ? മുണ്ടും ഞട്ടെടുത്തിന് അമ്മയെ കാണുമ്പോൾ എനിക്ക് സന്തോഷം. സങ്കീർത്തനം 47:1. ഹല്ലേലൂയ. അടുത്ത ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ച് കേട്ടോളണം. നിങ്ങളൊക്കെ ക്രിസ്തീയ ആചാരപ്രകാരം ജീവിച്ച് കത്തോലിക്ക ആചാരപ്രകാരം അനുസരിച്ച് പള്ളിയിൽ വെച്ച് വിവാഹിതരായതാണ് എങ്കിൽ എൻ്റെ അടുത്ത ചോദ്യം ഇതാണ്, വിവാഹമായി തീർന്നത് എപ്പോഴാണ്? വിവാഹമായി തീർന്നത് എപ്പോഴാണ്? പറഞ്ഞു നോക്ക്. തെറ്റിക്കോട്ടെ, ഞാൻ ഒന്നും പറയില്ല. ഞാൻ വഴക്ക് പറയാത്തൊരു മനുഷ്യനാണ്. ഓക്കെ. വിവാഹമായി തീർന്നത് എപ്പോഴാണ്? കല്യാണം കഴിഞ്ഞ് വെച്ച് വിവാഹമാകണമെന്നൊന്നുമില്ല. പറഞ്ഞു, വിവാഹമായി തീർന്നത് എപ്പോഴാണ്? എൻ്റെ ചോദ്യം കൃത്യമാണ്. നീ പറഞ്ഞത് തെറ്റാണ്. ഇരിക്കുക. വിവാഹമായി തീർന്നത് എപ്പോഴാണ്? എന്താ പറഞ്ഞേ? ഇവിടെ പറഞ്ഞല്ലോ. സഹോദരൻ ഒന്ന് ശാന്തമായിട്ടിരിക്കുക കേട്ടോ, ഇരുന്ന് കേൾക്കുക. ഓക്കെ, താങ്ക് യു. പലരും പറയുന്നത് താലികെട്ട് നടത്തുമ്പോൾ, ചിലർ പറയും മന്ത്രകോടി അണിയിക്കുമ്പോൾ, ചിലർ പറയും റിങ് മോതിരം കൈമാറുമ്പോൾ. ഇതൊക്കെ ഒരു ഭാരതീയ ആചാരം മാത്രമാണ്. വിവാഹമായി തീർന്നത് വിശുദ്ധ ബൈബിളിൽ കൈവച്ച് ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഒരുമിച്ചൊന്ന് ജീവിച്ചു കൊള്ളാമെന്ന് നിങ്ങൾ പ്രതിജ്ഞയെടുത്ത ആ നിമിഷമാണ് വിവാഹമായി തീർന്നത്. ഹല്ലേലൂയ. അടുത്തൊരു ചോദ്യം കൂടെ. വിവാഹ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? വിവാഹ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഞാൻ സമയം കളയുന്നില്ല. 2-ാം വത്തിക്കാൻ സുഗനോദോസ് 2 ലക്ഷ്യങ്ങളാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. ഒന്ന്, ദമ്പതികൾ തമ്മിലുള്ള
സ്നേഹനിർഭരമായ ഐക്യജീവിതം. 2, ദൈവം നൽകുന്ന മക്കളെ ദൈവ പൈതലുകളായിട്ട് വളർത്തുക. ഇത് രണ്ടുമാണ് 2-ാം വത്തിക്കാൻ സുനോസ് പറഞ്ഞു വെച്ചേക്കണേ. 1, ദമ്പതികൾ തമ്മിലുള്ള സ്നേഹനിർഭരമായ ഐക്യജീവിതം. 2, ദൈവം നൽകുന്ന മക്കളെ ദൈവ പൈതലുകളായിട്ട് വളർത്തുക. 1, ദമ്പതികൾ തമ്മിലുള്ള സ്നേഹനിർഭരമായ ഐക്യജീവിതം എന്ന് പറഞ്ഞാൽ അൾത്താരയിൽ ആരംഭിച്ചത് അൾത്താരയിൽ അവസാനിക്കുന്നത് വരെ സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുക. ഇപ്പോൾ ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ ചോദിക്കുന്ന ചോദ്യമാണ്, ചേട്ടൻ്റെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. വന്നിട്ടുണ്ടോ? ഭാഗ്യവാൻ. ഈ ഭാര്യനെ എവിടെ നിന്ന് കിട്ടി? എവിടെ നിന്ന് കിട്ടി അതിനെ? എവിടെ നിന്ന് കിട്ടി ഭർത്താവിന്? ആ സ്ഥലത്തിൻ്റെ പേര് പറയുന്നു. എവിടെ നിന്ന് കിട്ടി എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരവുള്ളൂ, ബലിപീഠത്തിൽ നിന്ന് കിട്ടി. സങ്കീർത്തനം 47:1. പ്രിയമുള്ളവരെ, അൾത്താരയിൽ നിന്ന്, ആ ബലിപീഠത്തിൽ നിന്ന് കിട്ടിയത്. അൾത്താരയിൽ ആരംഭിച്ച കുടുംബജീവിതം അൾത്താരയിൽ അവസാനിക്കുന്നവരെ ഒന്ന് ചിന്തിച്ച ഒരു ഫ്ലാഷ് ബാക്ക്. എത്ര ലക്ഷം രൂപ മുടക്കിയാണ് നിങ്ങൾ ആഘോഷമായി ഈ ജീവിതത്തിൽ പ്രവേശിച്ചത്? ആർക്കെങ്കിലും കൈപൊക്കാൻ പറ്റുമോ? അന്നുണ്ടായിരുന്ന അതേ ആഘോഷം ഇന്ന് നിങ്ങളുടെ കുടുംബജീവിതത്തിലുണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. നിങ്ങളുടെ ജീവിതത്തിൽ അന്നുണ്ടായിരുന്ന ആഘോഷമൊക്കെ ഇന്ന് മങ്ങിപ്പോയിരിക്കുക. എത്ര ആഘോഷത്തോടെ വന്നില്ലേ? ആ പള്ളിമുറ്റത്ത് വന്നപ്പോൾ, ആ പള്ളിയിൽ കയറി ആനവാതിൽക്കലിനുള്ളിലേക്ക് വന്നപ്പോൾ നിങ്ങൾ ഒരു ചെറുക്കനായിട്ടാണ് വന്നേ, നിങ്ങൾ ഒരു പെണ്ണായിട്ടാണ് വന്നത്. എന്നാൽ ആ അൾത്താരയിൽ നിന്ന് തിരിച്ചു പോയപ്പോൾ, അൾത്താരയിൽ നിന്ന് എടുത്തതാണ്, അൾത്താരയിൽ തിരിച്ചു പോയപ്പോൾ ചെറുക്കനും പെണ്ണുമായിട്ടല്ല നിങ്ങൾ പോയത്, ഭാര്യ ഭർത്താക്കന്മാരായിട്ടാണ്. സങ്കീർത്തനം 47:1. കണ്ടോ? ആ വ്യത്യാസം മനസ്സിലാക്കുക. പള്ളിയിൽ വന്നത് ചെറുക്കൻ പെണ്ണ്, പക്ഷേ ആ പള്ളിയിൽ നിന്ന് നിങ്ങൾ വിവാഹിതരായി തിരിച്ചു പോയപ്പോൾ ചെറുക്കനും പെണ്ണും അല്ല, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാ, നിങ്ങൾ ദമ്പതികളാണ്. അപ്പോൾ അൾത്താരയിൽ നിന്ന് എടുത്തത് അൾത്താരയിൽ തിരിച്ചു വയ്ക്കുന്ന ആഘോഷമായിട്ട് എത്ര ലക്ഷം രൂപ മുടക്കിയാണ് നിങ്ങൾ എടുത്തത്? എത്ര ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങി, എത്ര ലക്ഷം രൂപയുടെ ഡ്രസ്സ് വാങ്ങി, എത്ര ലക്ഷം രൂപ മുടക്കി സദ്യ നടത്തി, എത്ര ലക്ഷം രൂപ മുടക്കി ഡെക്കറേഷൻ നടത്തി, ആ ഫോട്ടോ എടുക്കൽ, വീഡിയോ എടുക്കലെല്ലാം ലക്ഷങ്ങൾ മുടക്കിയ. അപ്പോൾ ആഘോഷമായി തുടങ്ങിയ ജീവിതം ഇന്ന് ആ ആഘോഷം ജീവിതത്തിലില്ല. നിങ്ങൾ ആഘോഷമായി ജീവിക്കുന്നത് കാണാത്തത് കൊണ്ടാണ് മക്കൾ പലരും പറയുന്നത്, അച്ഛോ വിവാഹ ജീവിതം വേണ്ട. എൻ്റെ അടുക്ക് ഇങ്ങനെ പ്രശ്നമായിട്ട് ഒരു മാതാപിതാക്കൾ മക്കളെ കൊണ്ട്, അച്ഛോ കല്യാണം വേണ്ടെന്ന് പറയും. അപ്പം ഞാൻ അവരോട് ചോദിക്കും, മക്കളെ എന്താ വേണ്ടെന്ന് പറയുന്നത്? അവർ പറയുന്നത് ഇങ്ങനെയാണ്, അച്ഛ എൻ്റെ അപ്പനും അമ്മയും എന്നും വഴക്കിട്ട് ജീവിക്കുന്ന ഞങ്ങൾ കാണുന്നത്, ഒരിക്കൽ പോലും സമാധാനത്തോടെ ജീവിക്കാൻ ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങൾക്ക് തന്നെ കുടുംബത്തിൽ ജീവിക്കാൻ താല്പര്യമില്ല. എന്തിനച്ഛാ ഇപ്പോഴും സമാധാനമായിട്ട് ഇനി എന്തിനാ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ഈ ജീവിതത്തിൽ കിടക്കുന്നേ? വേണ്ട. കാരണം എന്തുകൊണ്ടാണ്? തുടങ്ങിയപ്പോഴുണ്ടായ ആഘോഷം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലില്ല. ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. അന്നുണ്ടായ അതേ ആഘോഷം ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടോ ഇന്ന്? ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുക. അപ്പോൾ ആഘോഷമായി അൾത്താരയിൽ നിന്ന് എടുത്തു ആഘോഷമായി എത്ര മനോഹരമായി അണിഞ്ഞൊരുങ്ങി നിങ്ങൾ വന്നേ അന്ന്. ഇനി അൾത്താരയിൽ നിന്ന് എടുത്ത് തിരിച്ചു വയ്ക്കും എന്ന ഭർത്താവ് മരിച്ചു അല്ലെങ്കിൽ ഭാര്യ മരിച്ചു, ആ ഭർത്താവിൻ്റെ ഭാര്യയുടെ ഡെഡ് ബോഡി വീണ്ടും ആഘോഷമായി തന്നെയാണ്. പണ്ടൊക്കെ കറുത്ത കുടകളാണ്, ഇപ്പോൾ ഇവിടെ എനിക്കറിയില്ല. ഇന്ന് പല സ്ഥലങ്ങളിൽ ചിലപ്പോൾ മുത്തുകുടകളാണ് അല്ലേ? ഇവിടെ ഇപ്പോൾ ഏത് കുടയാണ് ഉപയോഗിക്കുന്നത്? പാലയിൽ ആ അടക്കത്തിന് കൊണ്ടുപോകുമ്പോഴേ അങ്ങനെയൊന്നില്ലേ? അങ്ങനെയൊന്നില്ലേ? ഇപ്പോഴൊക്കെ സ്വർഗീയ ജെറുസലത്തിലുള്ള യാത്രയാണെന്നും പറഞ്ഞ് മുത്തുകുടകളായിട്ടുണ്ട്. ആ കറുപ്പൊക്കെ അങ്ങ് മാറ്റി. ഹല്ലേലൂയ! എത്ര ആഘോഷമായില്ലേ? ഇന്ന് ആ ഡെഡ് ബോഡി വെക്കുന്ന സ്ഥലം എത്ര രൂപ മുടക്കി? ഒരു പക്ഷേ ഇന്ന് 10,000 മുടക്കി. ആര് വിളിക്കുന്നത്? ഈ ഡെക്കറേഷൻകാരെ, ഇവന്റ് മാനേജ്മെൻറ്റിനെ ഏൽപ്പിക്കുക ഇന്ന് പലരും മരിച്ചിട്ട് പോലും. അപ്പോൾ ഈ ആഘോഷമായി തുടങ്ങിയ ജീവിതം ആഘോഷമായി തന്നെ അവസാനിപ്പിക്കാൻ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ എന്ത് വേണമെന്നുള്ളതിൻ്റെ 10 പോയിൻ്റ് മാത്രം നിങ്ങൾക്ക് ഞാൻ തരാം.
അതിൽ കൂടുതൽ തരില്ല. അതിൽ കൂടുതൽ വേണോ അച്ഛൻ്റെ ധ്യാന കേന്ദ്രത്തിൽ വന്നേക്ക്, വൈക്കത്തേക്ക് വന്നേക്ക്. ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ കുടുംബജീവിതം വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള, നമുക്കറിയാം ഒരു ഓഡിറ്റോറിയം പണിയുമ്പോൾ, ഒരു വീട് പണിയുമ്പോൾ ഇന്നൊക്കെ പില്ലറയിലാണ് പണിയുന്നത്. അപ്പോൾ ആ വീടിനെ, ഓഡിറ്റോറിയത്തെ താങ്ങി നിർത്തുന്ന പില്ലറാണ്. ആ പില്ലറിന് എന്തെങ്കിലും കേട് വന്നു കഴിഞ്ഞാൽ ആ കെട്ടിടം ഇടിഞ്ഞു വീഴും. ഇതുപോലെ കുടുംബമെന്ന ആ പ്രിയമുള്ളവരെ, കുടുംബമെന്നുള്ള ആ വലിയ നിങ്ങളുടെ ജീവിതം നിങ്ങൾ പടുത്തുയർത്തിയിരിക്കുന്ന 10 തൂണുകളെ കുറിച്ച് ഞാൻ പറയുന്നത്. കുടുംബത്തെ താങ്ങി നിർത്താൻ ആവശ്യമായ 10 തൂണുകൾ. ഈ 10 തൂണുകൾ ഒന്ന് തകർന്നാൽ മതി, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളായിരിക്കും. ഇതൊരു സത്യമാണ്. ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. പോരാ കേട്ടോ, ഹല്ലേലൂയ പറ. ആ 10 തൂണുകൾ: ഒന്ന്, ആദ്യം ദൈവത്തിലേക്ക് നോക്കുക. നിന്റെ കുടുംബജീവിതം മരണം വരെ ആഘോഷമായി തന്നെ നിനക്ക് ജീവിക്കാൻ സാധിക്കണോ? ആദ്യം നീ ദൈവത്തിലേക്ക് നോക്കുക. കുടുംബജീവിതത്തിൽ ആരെ എങ്ങനെ നോക്കണമെന്നുള്ള ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഒന്ന് ആദ്യം ദൈവത്തിലേക്ക് നോക്കുക. 2 ജീവിത പങ്കാളിയിലേക്ക് നോക്കുക. 3 മാതാപിതാക്കളിലേക്ക് നോക്കുക. 4 മക്കളിലേക്ക് നോക്കുക. 5 പ്രിയമുള്ളവരെ വീട്ടുകാരിലേക്ക് നോക്കുക, ബന്ധുക്കളിൽ വീട്ടുകാരിലേക്ക് നോക്കുക. 6 പിള്ളേരെ കൂട്ടുകാരിലേക്ക് നോക്കുക. 7 നാട്ടുകാരിലേക്ക് നോക്കുക. ഒന്ന് ഹല്ലേലൂയ പറയോ. ആദ്യം ദൈവത്തിലേക്ക് നോക്കുക. 2 ജീവിത പങ്കാളിയിലേക്ക് നോക്കുക. 3 മാതാപിതാക്കളിലേക്ക് 4 മക്കളിലേക്ക് നോക്കുക. 5 ബന്ധുക്കളിലേക്ക് നോക്കുക. 6 കൂട്ടുകാരിലേക്ക് നോക്കുക, അയൽവാസിയിൽ നോക്കുക. 7 നാട്ടുകാരിലേക്ക് നോക്കുക. ഇങ്ങനെ കുടുംബജീവിതത്തെ ആര് നോക്കി കാണുന്നുവോ ആ വ്യക്തിയുടെ കുടുംബജീവിതം അവസാനം വരെ നിലനിൽക്കും. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 31-ാമത്തെ തിരുവചനം. ഉൽപ്പത്തി 1:31. ആദത്തെ ഹവ്വയും സൃഷ്ടിക്കുന്നതിന് മുൻപുള്ള സാഹചര്യമാണത്. പ്രിയമുള്ളവരെ, ദൈവം അവർക്ക് സുഖമായി ജീവിക്കാൻ ഈ സൃഷ്ടപ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം, അതിലുള്ള വസ്തുവകകളെ, മൃഗങ്ങളെയൊക്കെ സൃഷ്ടിച്ച ദൈവം അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, താൻ സൃഷ്ടിച്ചതിലേക്ക് ദൈവം നോക്കി. എന്നിട്ട് ദൈവം പറയുക, എല്ലാം നന്നായിരിക്കുന്നു. ഇറ്റ് ഈസ് ഗുഡ് എന്നാണ് പറഞ്ഞത്. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവം ആദത്തെ ഹവ്വയെ സൃഷ്ടിച്ചിട്ടില്ല, ഇനി മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. എന്നിട്ട് ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ 7-ാമത്തെ തിരുവചനം. ഉൽപ്പത്തി 2:7. ദൈവം ആദത്തെ സൃഷ്ടിക്കുന്നതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ദൈവമായ കർത്താവ് ഭൂമിയിലെ പുഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോൾ ഈ ആദത്തെ സൃഷ്ടിച്ചിട്ട് ദൈവം ആദത്തിലേക്ക് നോക്കുന്നുണ്ട്. ദൈവം ആദത്തെ നോക്കിയിട്ട് ഇറ്റ് ഈസ് ഗുഡ് എന്ന് ദൈവം പറഞ്ഞില്ല. മറ്റെല്ലാം സൃഷ്ടിച്ചിട്ട് ദൈവം പറഞ്ഞു ഇറ്റ് ഈസ് ഗുഡ്, നന്നായിരിക്കുന്നു. എന്നാൽ ആദത്തിലേക്ക് നോക്കിയിട്ട് ആദത്തിൻ്റെ മുഖത്ത് സന്തോഷം കണ്ടില്ല. ദൈവം എന്താ പറഞ്ഞ്? ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ 18-ാമത്തെ തിരുവചനം. ഉൽപ്പത്തി 2:18. മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല, അതുകൊണ്ട് അവന് ചേർന്ന ഒരു ഇണയെ തുണയായി ഞാൻ കൊടുക്കും. ഹല്ലേലൂയ പറയോ എന്ന് പറഞ്ഞ് ആദത്തിന് അനസ്തേഷ്യ കൊടുത്ത് അവൻ ഉറക്കിക്കിടത്തി അവൻ്റെ ഒരു വാരിയല്ലി ഉരിയെടുത്ത് ഹവ്വയെ സൃഷ്ടിച്ചു അവൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ എന്താ പറഞ്ഞേ? എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും. ചോദിക്കട്ടെ, ദൈവം മണ്ണുകൊണ്ട് ആദത്തെ മെനഞ്ഞു, ആദത്തിൻ്റെ ശരീരത്തെ സൃഷ്ടിച്ചു, ജീവന്റെ ശ്വാസം അവനിലേക്ക് ഊതി, അവന് ജീവൻ കൊടുത്തു. എങ്കിൽ ഈ ആദം ജീവിതത്തിൽ ആദ്യം കണ്ടത് ആരെയാണ്? ആരെ കണ്ടു? ആരെ? ദൈവത്തെ. ഗുഡ്. എങ്കിൽ അതിനുള്ള വ്യാഖ്യാനം തരട്ടെ. ഈ ആദം ജീവിതത്തിൽ ആദ്യം കണ്ടത് ദൈവത്തെയാണെങ്കിൽ കുടുംബജീവിതം നയിക്കുന്ന വിവാഹിതനായ ഒരു പുരുഷൻ ആദ്യം നോക്കേണ്ടത് ദൈവത്തിലേക്കാണ്. സങ്കീർത്തനം 47:1. നീ ആദ്യം നോക്കേണ്ടത് ദൈവത്തിലേക്കാ. ഓക്കെ. ഈ ആദത്തെ സൃഷ്ടിച്ച് അവനെ ഉറക്കിക്കിടത്തി അവൻ്റെ ഒരു വാരിയിൽ ഊരിയെടുത്ത് ഹവ്വയെ സൃഷ്ടിച്ചു. ആദത്തിൻ്റെ വാരിയിൽ ഊരിയെടുത്ത് ഹവ്വയെ സൃഷ്ടിച്ചു. ഈ ഹവ്വ ആദ്യം കണ്ടത് ആരെയാണ്? പറ. ആദത്തേന്ന്. തമ്പുരാൻ അവനവിടെ മയക്കി കിടത്തിയേക്കുക. അവൾ ആദ്യം കണ്ടത് ദൈവത്തെയാണ്.
വിവാഹിതയായ ഒരു സ്ത്രീ ആദ്യം നോക്കേണ്ടത് ദൈവത്തിലേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ജെറമ്യയുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ 7-ാമത്തെ തിരുവചനം, ജെറമ്യ 17:7, കർത്താവിൽ ആശ്രയിക്കുന്നവർ അനുഗ്രഹീതർ, അവരുടെ പ്രത്യാശ കർത്താവ് തന്നെ. ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവിൽ ആശ്രയിക്കുന്ന വ്യക്തി അനുഗ്രഹീതനാണ്, അനുഗ്രഹീതയാണ്. അവൻ്റെ പ്രത്യാശ കർത്താവ് തന്നെയാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 37-ാമത്തെ വചനത്തിൽ എഴുതി വച്ചിരിക്കുക. മത്തായി 10:37, എന്നേക്കാൾ അധികമായി പിതാവിനെയും മാതാവിനെയും സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല, എന്നേക്കാൾ അധികമായി പുത്രനെയോ പുത്രിയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ വിവാഹിതനായ ഒരു വ്യക്തി ആദ്യം നോക്കേണ്ടത് ദൈവത്തിലേക്കാണ്. ഉദാഹരണം പറയാം. അച്ഛൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ 13 വർഷക്കാലം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ ഞാൻ തമിഴ് സെക്ഷൻ ഇൻചാർജ് ആയിരുന്നു. അവിടെ ഞാൻ ചെന്ന കാലഘട്ടത്തിൽ സാക്ഷ്യം പറയാൻ ഒരു വ്യക്തി വരുമായിരുന്നു. അദ്ദേഹം എങ്ങനെ സാക്ഷ്യം പറയുന്നത് അതാ ഞാൻ നിങ്ങളോട് പറയും. അദ്ദേഹം പറയുന്ന സ്റ്റൈലിലാണ് ഞാൻ പറയണേ. അദ്ദേഹം പറയും, ഞാൻ മുംബൈയിൽ നിന്ന് വരുന്നൊരു വ്യക്തിയാണ്, ഞാൻ രത്നവ്യാപാരിയാണ്, എനിക്ക് കോടിക്കണക്കിന് ആസ്തിയുണ്ട്, ഇങ്ങനെ ഡയമണ്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ഫാക്ടറി. ഞാൻ വിവാഹം ചെയ്തത് മിസ് ഗോവയാണ്, ഗോവയിലെ സുന്ദരി പട്ടത്തിൽ 1-ാം സ്ഥാനത്തിന് അർഹയായ സ്ത്രീ. അവളെ വിവാഹം ചെയ്തതിന് ശേഷം ഞാൻ എവിടെ പോയാലും അവളെയും കൊണ്ട് പോകും. കാരണം ഗോവയിൽ ഏറ്റവും സുന്ദരിയാണ് എൻ്റെ ഭാര്യ. ഞാൻ അവളെയും കൊണ്ട് പുറത്ത് ചെല്ലുമ്പോൾ അവളുടെ ഫോട്ടോ ടി വിയിലും പത്രത്തിലും വന്നിട്ടുണ്ട്. എല്ലാവരും അവളെ അറിയും, എല്ലാവരും പറയും ഹായ്. അപ്പോൾ എനിക്ക് സന്തോഷം, എൻ്റെ ഭാര്യ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നു, എല്ലാവരും ബഹുമാനിക്കുന്നു. എന്നാൽ ഒരു ദിവസം എൻ്റെ ഓഫീസിൽ ഞാൻ ഇരിക്കുമ്പോൾ വീട്ടിലെ വേലക്കാരി എന്നെ വിളിച്ചു, ചേട്ടാ എത്രയും പെട്ടെന്ന് വീട്ടിൽ വരണം, എന്തു പറ്റി? ഭാര്യയ്ക്ക് അപകടമുണ്ടായിരിക്കുന്നു. എന്ത് അപകടം? സിലിണ്ടർ പൊട്ടിത്തെറിച്ച് പൊള്ളലേറ്റിരിക്കുന്നു, സീരിയസ് ആണ്, എത്രയും പെട്ടെന്ന് ഓഫീസിൽ ഇവിടെ വന്ന് ആശുപത്രി കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് അയൽവാസികളെ വിളിച്ച് നിന്നെ മെയിൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, ബോംബെയല്ലേ, ട്രാഫിക് ബ്ലോക്ക് ആണല്ലോ, ഞാൻ ഇവിടെ നിന്ന് വീട്ടിൽ വരുമ്പോഴേക്കും ലേറ്റാവും, അവിടെ നിന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയിക്കും ട്രാഫിക് ബ്ലോക്ക് ലേറ്റാകും, അതുകൊണ്ട് നീ ആശുപത്രിയിൽ നേരെ കൊണ്ടുപോയിക്കോ, അയൽവാസികളെ വിളിച്ച് ഞാൻ ഇവിടെ നിന്ന് വന്നേക്കാം. അദ്ദേഹം പറയും, ഞാൻ ആശുപത്രിയിലെത്തി എൻക്വയറി ഓഫീസിൽ ചോദിച്ചു, ആ സ്ത്രീ എവിടെയാ? ആര്? അപകടത്തിൽപ്പെട്ട് കൊണ്ടുവന്ന സ്ത്രീ ഐസിയുവിലാണ്. ഓടി ഐസിയുവിൻ്റെ വാതിൽക്കലേക്ക്. അപ്പോൾ ഒരാൾ ഡോക്ടർ ഉള്ളിൽ നിന്ന് കൈയൊക്കെ കഴിങ്ങനെ കൈ തുടച്ച് വരുന്നുണ്ട്. ചോദിച്ചു, ഡോക്ടറെ ആ സ്ത്രീക്ക് എങ്ങനെയുണ്ട്? ഏത് സ്ത്രീക്ക്? പൊള്ളലേറ്റ് കൊണ്ടുവന്ന സ്ത്രീ. നിങ്ങൾ ആരാ? ഞാൻ ഹസ്ബൻഡാണ്. സോറി, ഷീ ഈസ് നോ മോർ. ക്ഷമിക്കണം, അവൾ ജീവനോടെ ഇല്ല, അവൾ മരണപ്പെട്ടു. ഈ മനുഷ്യൻ്റെ സാക്ഷ്യം ഇങ്ങനെയാണ്. അന്ന് വരെ ഞാൻ മദ്യപിച്ചിട്ടില്ല, അന്ന് വരെ ഞാൻ പുകവലിച്ചിട്ടില്ല, ഞാൻ പള്ളി പോകുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു, കുമ്പസാരിക്കുമായിരുന്നു, വിശ്വകുർബാന സ്വീകരിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം പിന്നെ ഞാൻ മദ്യപിക്കാൻ തുടങ്ങി, ഞാൻ പുകവലിക്കാൻ തുടങ്ങി, ഡ്രഗ്സിന് അടിമയാകാൻ തുടങ്ങി. ഒരിക്കൽ പോലും പിന്നെ ഞാൻ കമ്പനിയിൽ പോയിട്ടില്ല, ഞാൻ പള്ളിയിൽ പോയിട്ടില്ല, പ്രാർത്ഥിക്കില്ല, കുമ്പസാരിക്കില്ല, കുർബാനയില്ല, ജപമാലയില്ല, ഒന്നുമില്ല. എൻ്റെ ജീവിതം തകർന്നുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അയൽപക്കത്തെ ചേട്ടൻ വന്ന് എന്നോട് പറഞ്ഞു, എടാ ഇങ്ങനെ നീ നശിച്ചുപോയാൽ ശരിയാകില്ല, നീ ഒരു ധ്യാനത്തിന് വാ, ഞാൻ നിന്നെ കൊണ്ടുപോകാം. എനിക്കൊരു ധ്യാനവും കൂടെ ഉണ്ട്. എനിക്കെന്തിനാ ധ്യാനം? ഇതൊക്കെ ഞാൻ ചെയ്തിട്ട് ദൈവം എനിക്ക് തന്നത് ഈ ഒരു വേദനയല്ലേ? ദൈവമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, എടാ നിൻ്റെ ഫാക്ടറി നശിക്കുന്നു, നീ നശിക്കുന്നു, നീ എൻ്റെ കൂടെ വാ, ഒരു ധ്യാനത്തിന് പോകാം, ഡിവൈനിൽ ധ്യാനത്തിന് പോകാം. ഈ മനുഷ്യൻ പറയും, എനിക്കൊട്ടും താല്പര്യമില്ല, ഞാൻ വരില്ല, തൻ്റെ പണിക്ക് പോകും. പക്ഷേ അദ്ദേഹം ആ വിസിറ്റ് റൂമിൽ തന്നെ ഇരിക്കുന്നു. എനിക്ക് ദേഷ്യം വന്ന് ബെഡ്റൂമിൻ്റെ വാതിലടച്ച് ഞാൻ കൊട്ടിയടച്ച് അവിടെ കിടന്നുറങ്ങി. നേരം വെളുത്തപ്പോൾ എത്ര വൈകിയായാലും 6 മണിക്ക്, എത്ര വൈകി കിടന്നാലും വെളുപ്പിന് 6 മണിക്ക് ഭാര്യ എനിക്ക് ബെഡ് കോഫി കൊണ്ടുവരും. ഞാൻ നോക്കിയപ്പോൾ ബെഡ് കോഫി കൊണ്ടുവരാൻ ഭാര്യയില്ല. കാരണം എന്നും അങ്ങനെയാണ്, എൻ്റെ ഭാര്യ മരിച്ചുപോയി. എനിക്ക് ആകെ ദേഷ്യം വന്ന് ഞാൻ വിസിറ്റ് റൂമിൽ വന്നപ്പോൾ ഈ മനുഷ്യൻ മുട്ടയിൽ നിന്ന് കൈയും വിരിച്ച് പിടിച്ച് കൊന്തയില്ല. മാസം താൻ പോയില്ലേ, ഞാൻ വരില്ലെന്നല്ലേ പറഞ്ഞത്? നീ വരുന്നവരെ ഞാൻ മുട്ടയിൽ നിന്ന് കൈ വിരിച്ച് പിടിച്ച് നിനക്ക് വേണ്ടി കൊന്തയില്ലും. അങ്ങനെ മടുത്ത അവസാനം പറഞ്ഞു, ഞാൻ വരാം, പക്ഷെ എന്നോട് കുമ്പസാരിക്കാൻ പറഞ്ഞേക്കരുത്,
കുർബാനയൊന്നും ഖുർആനെ സ്വീകരിക്കാനൊന്നും പറഞ്ഞേക്കരുത്, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിന്. പക്ഷേ തൻ്റെ ശല്യം കൊണ്ട് വരാമെന്ന് പറയുന്നത്. അങ്ങനെ മനുഷ്യൻ പറയുന്നത് ഇങ്ങനെയാണ്, ഞാനിവിടെ വന്നു ആദ്യത്തെ 2 ദിവസം എനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല, കാരണം കംപ്ലീറ്റ് പാപത്തെക്കുറിച്ചാണ് പറയണേ. ഞാൻ കുമ്പസാരിച്ചില്ല, കൗൺസിലിങ്ങിനും പോയില്ല. എന്നാൽ 3-ാം ദിവസം അച്ഛൻ ക്ലാസ് എടുക്കാൻ വന്നു. ആ ക്ലാസ്സിൽ അച്ഛൻ ഇങ്ങനെ പറയുന്നത് കേട്ടു, നിൻ്റെ കുടുംബജീവിതം വിജയിപ്പിക്കാൻ നീ ആദ്യം ദൈവത്തിലേക്ക് നോക്കണം. നീ ആദ്യം ദൈവത്തിലേക്ക് നോക്കുക, പിന്നെ നിൻ്റെ ജീവിത പങ്കാളിയിലേക്ക്, പിന്നെ നിൻ്റെ മാതാപിതാക്കളിലേക്ക്, പിന്നെ മക്കളിലേക്ക്, പിന്നെ വീട്ടുകാരിലേക്ക്, പിന്നെ അയൽവാസികളിലേക്ക്, കൂട്ടുകാരിലേക്ക്, പിന്നെ നാട്ടുകാരിലേക്ക് നോക്കുക. എന്നിട്ട് ആ മനുഷ്യൻ ജനത്തോട് പറയണത്, അപ്പോഴേ എനിക്ക് ബോധ്യം വന്നത്, എൻ്റെ ജീവിതത്തിലെ ഈ തകർച്ചയുടെ കാരണം ഞാൻ നോക്കിയത് ആദ്യം ദൈവത്തിലേക്കല്ല, എൻ്റെ ഭാര്യയിലേക്കാണ്. എന്നിട്ട് ആ മനുഷ്യൻ പറയുക, എന്നെ സ്പർശിച്ചു, പിന്നെ ഞാൻ കുമ്പസാരിച്ചു, കൗൺസിലിംഗ് നടത്തി, ഞാൻ പുതിയ വ്യക്തിയായി. എന്നിട്ട് പറയും, അന്ന് തുടങ്ങി ഞാൻ സാക്ഷ്യം പറയാൻ തുടങ്ങി. അവിടെ ധ്യാനത്തിന് വന്നവരോട് പറയും, മക്കളെ, നിങ്ങളുടെ കുടുംബജീവിതം വിജയിപ്പിക്കാൻ നിങ്ങൾ ആദ്യം ദൈവത്തിലേക്ക് നോക്കണം. ഒന്ന് ഹല്ലേലൂയ പറയോ. കുടുംബജീവിതം വിജയിപ്പിക്കാൻ ആദ്യം ദൈവത്തിലേക്ക് നോക്കുക. ദൈവത്തിലേക്ക് നോക്കാതെ മറ്റൊന്നിലേക്ക് നിങ്ങൾ നോക്കരുത്. ദൈവത്തിലേക്ക്, ജീവിത പങ്കാളിയിലേക്ക്, മാതാപിതാക്കളിലേക്ക്, മക്കളിലേക്ക്, വീട്ടുകാരിലേക്ക്, അയൽവാസികളിലേക്ക്, കൂട്ടുകാരിലേക്ക്, നാട്ടുകാരിലേക്ക്, ഇങ്ങനെ ആര് കുടുംബജീവിതത്തെ നോക്കി കാണുന്നുവോ, സത്യം ഞാൻ പറയും, ആ വ്യക്തിയുടെ കുടുംബജീവിതം വിജയിക്കും. ഒന്ന് ഹല്ലേലൂയ പറ.